ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ അവിടെ ഇരിക്കുക, താഴെ ഇരിക്കുക. ഓക്കെ, ഇനി ഓക്കെ. സോ ആസ് ഒരു ഫണ്ണായിട്ട് മാത്രം കണക്കാക്കുക. Atul and Tara, are you ready? So my first question is that ചോദിച്ചാൽ what's your answer, Atul and Tara? പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് അവർ പറയുന്നത് അല്ലേ? അത് യെസ്, അതങ്ങനെയാണ് അവർ പറഞ്ഞത്. താരയ്ക്ക് ഫീൽ ചെയ്യുന്നത് അതുൽ റൊമാൻറ്റിക് ആയിട്ടാണെന്ന്, അതുലിന് ഫീൽ ചെയ്യുന്നത് താരയാണ് റൊമാൻറ്റിക്. ഇത് കൈയ്യടി നൽകാമത്. ഓക്കെ, ആൻഡ് ഓക്കെ, റൊമാൻറ്റിക് ഇതില് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? അതിൽ ആൻസർ ഇല്ല. അത് റൈസ് തിരിഞ്ഞു നോക്ക്. അത് തോന്നണല്ലേ? തിരിഞ്ഞു നോക്കി, റൈസ് ചെയ്തോളൂ. യെസ്, ഒരു കൈയ്യടി നൽകാൻ തിരിഞ്ഞു നോക്കിയെങ്കിൽ പോലും ആൻഡ് അതിലത് കൺഫ്യൂഷൻ ആയിരുന്നു. അതിൽ താരക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതിലൊന്ന് തിരിഞ്ഞു നോക്കി താരാന്ന് തന്നെയാണ് പറഞ്ഞെങ്കിൽ ഞാൻ പോക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോ പിന്നെ ദേഷ്യം വന്നാലോ. ഓക്കെ, ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദേഷ്യം വന്നു, വഴക്കായി, ഒന്ന് പിണങ്ങി. ആൻഡ് ഹൂ വിൽ ഫസ്റ്റ് അപ്പോളജൈസ് ആഫ്റ്റർ ദാറ്റ് ഫൈറ്റ്? ഒരു വഴക്ക് കഴിയുമ്പോൾ ആരായിരിക്കും ആദ്യം വന്ന് സോറി പറയുന്നത്? താര, വാട്ട്സ് യുവർ ആൻസർ? പറഞ്ഞോളൂ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, തിരിഞ്ഞു നോക്കരുത്. ഇല്ല, താരയുടെ ആൻസർ വന്നിട്ടില്ല. താര പറഞ്ഞ താരയാണത്. ഒരു 1000 വട്ടം ചിന്തിച്ചിട്ടാണ് താര പറഞ്ഞ താരയാണെന്ന്. വാട്ട്സ് കറക്റ്റ് ആൻസർ? അതിന് മാത്രം സത്യസന്ധമായിട്ട് ഉത്തരം പറയത്തില്ല കേട്ടോ. സത്യത്തിൽ ആരാണ് അതിൽ എപ്പോഴും പ്രശ്നം സോൾവ് ചെയ്യുന്നത്? അതങ്ങനെ പറഞ്ഞതാണോ? താരയാണോ? ഓർമ്മിച്ചോ? പിന്നെ എന്താ അതിലാണെന്ന് റൈസ് ചെയ്തത്? അതിന്റെ പേര് ചോദിക്കണം താര. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ബെറ്റർ ക്രിയേറ്റിംഗ് പെറ്റ് നെയിംസ് ഓർ നിക്നെയിംസ് ഫോർ ഈച്ച് അതർ? പരസ്പരം പെറ്റ് നെയിം ഒക്കെ വിളിക്കാൻ നല്ല നല്ല പേരുകൾ വിളിക്കുന്നത് ആരായിരിക്കും? ഓക്കെ, നന്നായിട്ട് ട്രൈ ചെയ്തോളൂ, അത് കാണുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താരയാണെങ്കിൽ ചോദിക്കുന്നത് ശരിയാണെന്ന് അറിയില്ലെങ്കിൽ ചോദിക്കാം. താര വിളിച്ചതല്ല, അതിലുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെറ്റ് നെയിം ചോദിച്ചാൽ എന്താ പറയും? പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിൽ ഒന്ന് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചോദിച്ചാണ്. ചോദിക്കാൻ തെറ്റുണ്ടോ താര? പറയാൻ പറ്റുമോ ഉത്തരം? ഇപ്പൊ എല്ലാരും അതുന്നാണോ അതിൽ വിളിക്കുന്നത്? ആണോ? ആ, ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം. ഇനി ഞാൻ ചോദിക്കില്ല കേട്ടോ, അതിലിറങ്ങുമ്പോൾ ചിലപ്പോൾ എന്താ വഴക്കോ. അങ്ങനെയാണെങ്കിൽ ഹു ഈസ് ദ ക്രൈ ബേബി? പെട്ടെന്ന് സങ്കടം വരുന്നത്, പെട്ടെന്ന് കരയുന്ന, ഒരു സിനിമ കണ്ടാൽ പോലും കരയുന്നത്, അങ്ങനെ ഉണ്ടോ? ഒരു ഡ്രാമ ക്യൂൻ ഓർ കിങ് എന്ന് പറയാൻ പറ്റുന്ന ആരായിരിക്കും? വെറുതെ കരയും, വെറുതെ സങ്കടപ്പെടും. യെസ്. ആൻഡ് ഹു ഈസ് മോർ ഇൻവോൾവ്ഡ് ഇൻ യുവർ വെഡിങ് പ്ലാനിങ്? നിങ്ങളുടെ ഈ വരുന്ന ദിവസങ്ങളിലും ഇന്നത്തേക്ക് സർവീസിൽ ഏറ്റവും കൂടുതൽ പ്ലാൻസും തോട്ട്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരിക്കാം? കറക്റ്റ്, ഒരുപാട് എഫേർട്സ് താര എടുക്കുന്നു വിശ്വസിക്കുന്നു. ആൻഡ് എപ്പോഴും ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്ത നിങ്ങൾ ആരായിരിക്കാം? ചുമ്മാ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്, സന്തോഷം ഞെട്ടിപ്പോയില്ലേ? അങ്ങനെയല്ല, സത്യം പറ. ഇവര് അടിപൊളിയാണ് കേട്ടോ. അതില് പറയാണ് സത്യമാണ്, ഞാൻ പറയാം, എന്റെ കുഴപ്പം കൊണ്ടല്ലേ എപ്പോഴും വഴക്കുണ്ടാവുന്നത്. ഓക്കെ, വഴക്കുണ്ടാക്കാനുള്ള റീസൺ അതിലാണ്, അതുകൊണ്ടാണ് താര വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ഓക്കെ, അവരുടെ ആൻസർ കറക്റ്റ് ആണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതെല്ലാം വഴക്കൊക്കെ പോട്ടെ. എപ്പോഴും വിശക്കുന്ന, ഹു ഈസ് മോസ്റ്റ് ഹംഗ്രി? എപ്പോഴും വിശക്കുന്ന ആർക്കാണ്? എവിടെയെങ്കിലും പോയാലും എപ്പോഴും ഫുഡ് 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 എന്ന് മാത്രം ക്ഷീണം. അല്ല, ഇനി ഭാവിയിൽ താരക്കാണോ? അതറിയാല്ലേ? ഓക്കെ, എങ്കിൽ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ആരായിരിക്കും? താരയാണോ അതിലാണോ? ബെറ്റർ കുക്ക്? താര കുക്ക് ചെയ്യും. താരയുടെ എന്താണ് സ്പെഷ്യൽ മാസ്റ്റർ പീസ് എന്താണ് കുക്കിങ്ങില്? ചിക്കൻ ഓംലെറ്റ്. ഇവിടെ ചിക്കൻ കറി പറഞ്ഞു കഴിഞ്ഞു, അതിന് കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇല്ല, ഇനി അതിനുള്ള ഭാഗ്യം എല്ലാ ദിവസവും ഉണ്ടാവട്ടെ അല്ലേ?
ഓക്കെ, അങ്ങനെയാണെങ്കിലും who is better to handling stress? അതിലാണ്. ഓക്കെ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആരാണ്? പുറത്തു പോയാൽ നല്ല അടിപൊളി, സൂപ്പർ. ആൻഡ് ഇനി എന്താണ്, ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മേ ബി ചാൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഇനി ഉണ്ടാവുമ്പോൾ തോട്ട്ഫുൾ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ നിക്കാഹാണെങ്കിൽ അടുത്ത വർഷം നിക്കാഹ് ആനിവേഴ്സറി വരാം, ഇതുപോലെ സ്പെഷ്യൽ ഡേറ്റ്സ് ഒത്തിരി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം അല്ലേ? ബർത്ത്ഡേസ് വരാം, ആനിവേഴ്സറി വരാം, അങ്ങനെ ഒത്തിരി നല്ല ഡേയ്സ് ഉണ്ടായിരിക്കാം. ആ ഡേയ്സ് ഒക്കെ ഓർത്ത് വെച്ച് പ്ലാൻഫുൾ ആയിട്ട് സർപ്രൈസ് കൊടുക്കുന്നത് നിങ്ങൾ ആരായിരിക്കാം? Who will be that? Super. അടിപൊളി. Anyways, thank you so much. നമ്മൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നാലും this is your right time. ഉണ്ടോ? Any question in the couple? No. എല്ലാം ഞാൻ ചോദിച്ചു കേൾക്കുന്നതായിരിക്കോ? എന്താ? വേണ്ട വെച്ചിട്ടാണോ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. നമുക്ക് പറയണിച്ചോളൂ. സമാധാനായില്ലേ? അത് തിരിഞ്ഞു നോക്കാം.